ദാമ്പത്യ ദുരിതമോചനത്തിനും വിവാഹ തടസ്സം നീങ്ങുന്നതിനും കാര്യതടസ്സങ്ങൾ മാറ്റുന്നതിനും ഏറ്റവും ഉത്തമമായ അനുഷ്ഠാനമാണ് സ്കന്ദപുരാണത്തിൽ വിവരിച്ചിട്ടുള്ള അഷ്ടമാതാവ്രതങ്ങളിൽ ഒന്നായ ഉമാമഹേശ്വര വ്രതം. ചിലർ കാർത്തിക മാസത്തിലെ വെളുത്തവാവ് ദിവസവും മറ്റു ചിലർ ഭാദ്രപദത്തിലെ പൗർണമിക്കും ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ദാമ്പത്യക്ഷേമം, ധനം, ഐശ്വര്യം, കീർത്തി തുടങ്ങിയ ഭൗതിക വിജയങ്ങൾക്ക് ശിവപാർവതിമാരെ ആരാധിക്കാൻ ഈ ദിവസം ഏറെ നല്ലതാണ്. വ്രത ദിവസം രാവിലെ കുളിച്ച് ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തി കൂവള അർച്ചനയും ധാരയും വഴിപാട് നടത്തണം. അന്ന് ഒരിക്കലെടുത്ത് കഴിയുന്നത്ര തവണ ഓം നമഃശിവായ, ഓം ഹ്രീം നമഃശിവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കണം. ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുന്നതും നല്ലതാണ്. ദാമ്പത്യ ബന്ധത്തിൽ കഠിനമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി, വശ്യഗണപതി സൂക്ത പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കുന്നത് ബന്ധം ദൃഢമാക്കുവാൻ സഹായിക്കും. വിവാഹം നടക്കുവാൻ താമസിക്കുന്നവർക്കും ഈ വ്രതം നോൽക്കാവുന്നതാണ്. ശുക്ലപക്ഷ അഷ്ടമി, ശുക്ലപക്ഷ ചതുർദശി, പൗർണമി, അമാവാസി എന്നീ ദിവസങ്ങളിൽ ഇപ്പോൾ ഭക്തർ ഉമാമഹേശ്വര വ്രതം എടുക്കാറുണ്ട്. കേരളത്തിൽ ഭാദ്രപദത്തിലും തമിഴ്നാട്ടിൽ കാർത്തിക മാസത്തിലും പൗർണമി നാളിലാണ് ഉമാമഹേശ്വര വ്രതം കൂടുതൽ പേരും ആചരിക്കുന്നത്. ദുർവാസാവിൻ്റെ ശാപഫലമായി തനിക്ക് നഷ്ടപ്പെട്ട ലക്ഷ്മി ദേവിയെ വിഷ്ണു ഭഗവാൻ വീണ്ടെടുത്തത് ഉമാമഹേശ്വര വ്രതം നോറ്റിട്ടാണ് എന്ന ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വിഷ്ണു ഭഗവാന് ദുർവാസാവ് ശിവന്റെ ഒരു മാല നൽകി. ഭഗവാൻ അത് ഗരുഡനെ അണിയിച്ചത് കണ്ട് കുപിതനായ ദുർവാസാവ് പറഞ്ഞു, അല്ലയോ വിഷ്ണു, അങ്ങ് ശ്രീ ശങ്കരനെ അപമാനിച്ചു. അതിനാൽ അങ്ങയുടെ അടുക്കൽ നിന്ന് ലക്ഷ്മി വിട്ടുപോകും. ക്ഷീരസാഗരത്തിൽ നിന്ന് പോലും വിട്ടുമാറേണ്ടി വരും. ശേഷൻ സഹായിക്കുകയുമില്ല. ഇത് കേട്ട വിഷ്ണു ദുർവാസാവിനെ നമസ്കരിച്ച് ചോദിച്ചു, ഈ ശാപത്തിൽ നിന്നും മുക്തനാവാൻ എന്താണ് ഉപായം? ദുർവാസാവ് പറഞ്ഞു, ഉമാമഹേശ്വര വ്രതം അനുഷ്ഠിക്കുക. അപ്പോൾ നഷ്ടമായ സകലതും തിരിച്ചു കിട്ടും. അങ്ങനെ ഉമാമഹേശ്വര വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി ലക്ഷ്മി മുതലായ നഷ്ടപ്പെട്ട സകലതും വിഷ്ണുവിന് തിരിച്ചു കിട്ടി. കുടുംബജീവിതം ഭദ്രമാക്കുന്നതിനും വിവാഹ തടസ്സം മാറുന്നതിനും മഹാദേവനെയും ഉമയെയും ആരാധിക്കുന്നത് ഉത്തമമാണ്. ഇതിന് ക്ഷേത്രങ്ങളിൽ ചെയ്യാവുന്ന ശ്രേഷ്ഠമായ വഴിപാട് ഉമാമഹേശ്വര പൂജയാണ്. ശിവനും പാർവതിയും പ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിലാണ് ആരാധന നടത്തേണ്ടത്. വിവാഹം നടക്കുന്നതിന് തടസ്സം നേരിടുന്നവർക്കും വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മറ്റു ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിനും കാര്യസാധ്യത്തിനും ഐക്യമത്യത്തിനും ഉമാമഹേശ്വര പൂജ നടത്തുന്നത് ഉത്തമമാണ്. പാർവതി ദേവിക്ക് പ്രത്യേക പ്രതിഷ്ഠയില്ലാത്ത ശിവക്ഷേത്രങ്ങളിലെല്ലാം ശിവന്റെ നടയുടെ പിന്നിൽ പാർവതിയെ സങ്കല്പിക്കുന്നു. ദേവിക്കാണ് ഭക്തർ പിൻവിളക്ക് തെളിക്കുന്നത്. ശ്രീകോവിലിൽ കിഴക്കും പടിഞ്ഞാറുമായി പാർവതി പരമേശ്വരന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള സന്നിധികളും ചിലതുണ്ട്.